ലിമ ഐലൻഡിലെത്തിയപ്പം ആകെ ഒരു കാം ആൻഡ് ക്വയറ്റ്, ഒരു നല്ലൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ലിമ ഐലൻഡിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ നോട്ടീസ് ചെയ്തത് ഇവിടെ മൊത്തം ഫിഷിംഗ് ബോട്ടുകളാണ് കിടക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ വരുമാന മാർഗം ഫിഷിംഗ് ആണെന്ന്. അതുപോലെ ഒരുപാട് ആടുകൾ, നമ്മുടെ നാട്ടിൽ കാണുന്ന കാക്കയൊക്കെ ഇവിടെ കാണാൻ പറ്റും. യു എയിലൊക്കെ വളരെ വിരളമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് കാക്ക. അതിന് എന്തായാലും ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ കാണാൻ പറ്റി. ഒരുപാട് കുട്ടികളൊക്കെ ഇവിടെ ചെറിയ ഉടൻ ബോട്ടിലൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട്. വൈകുന്നേര സമയമായതുകൊണ്ട് ഇവിടുത്തെ നാഷണാലിറ്റീസ് എല്ലാവരും ഒരു സായാഹ്ന സവാരിക്കും ഈ ബോട്ടിലെ ഈ ഷിപ്പിലെ ആക്ടിവിറ്റീസിനും ചരക്കുകൾ ഇറക്കാനൊക്കെ ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപാട് വാഹനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. കസബിൽ നിന്നും കടൽ മാർഗം പോകാവുന്ന ഭാഗമാണ് ലിമ. ഒമാന്റെ ഭാഗമായി ലിമ മത്സ്യബന്ധന തുറമുഖമാണ്. 3 ഭാഗം കടലും 1 ഭാഗം മലനിരകളും ചുറ്റപ്പെട്ട പ്രദേശം. 1000-ഓളം സ്വദേശികൾ മാത്രമാണ് ലിമയിൽ കഴിയുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ള വളരെ കുറച്ച് വിദേശികളുമുണ്ട് ലിമയിൽ. 50ഓളം മലയാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ലിമയിലെ ഏക സൂപ്പർമാർക്കറ്റും മലയാളിയുടേതാണ്. സ്കൂളുകൾ, ആശുപത്രികൾ, ഹെലിപാഡ് എന്നിവയും ലിമയിലുണ്ട്. ഏകദേശം 15 കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ലിമയിലെ സ്വദേശികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒമാൻ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. മാജിക് കാർപ്പറ്റിലൂടെ നമ്മൾ ലിമ ഐലൻഡിലേക്ക് എത്തി. പക്ഷേ ഈ ക്രൂവിന്റെ മൊത്തം സാധനങ്ങളായിട്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 2ആയി. നമുക്കിവിടെ ഫെസിലിറ്റീസും അക്കോമഡേഷനൊക്കെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞവരെ കാണുന്നുമില്ല. ഇപ്പൊ പ്രൊഡ്യൂസറേയും കാണാനില്ല. ഇനിയിപ്പം എന്താണാവോ ചെയ്യാ? ഈ ഷെഡായിരിക്കും ഇന്നത്തെ നമ്മുടെ കൊട്ടാരം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നിസാൻ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതെടുത്തോണ്ട് പോകായിരുന്നു. ഇപ്പൊ നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ടാണ് ഈ പെറി കയറി വന്നത്. അതുകൊണ്ട് ഇപ്പൊ വേറെ ഒരു ചോയ്സും ഇല്ല, വെയിറ്റ് ചെയ്യാൻ. എന്തായാലും ലാസ്റ്റ് നമ്മളെ രക്ഷിക്കാൻ ഒരു മലയാളി തന്നെ വന്നു. ബിജു ചേട്ടനാണ് ഇപ്പം ഭൂമിയിലെ മാലാഖയായിട്ട് ഇവിടെ അവതരിച്ചിരിക്കുന്നത്. ഇനി ബിജു ചേട്ടന്റെ വണ്ടിയിലാണ് നമ്മുടെ യാത്ര. ഇവിടുത്തെ ഒരു അടിപൊളി വണ്ടിയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലേക്ക് പോയി കാണാനുണ്ട്. ഇവിടുത്തെ ഏറ്റവും നല്ല വണ്ടിയാണ്. ബീച്ചേട്ടന്റെ കൂടെ ഞാനൊരു അടിപൊളി വണ്ടി കയറി പോകുന്നതാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ നിങ്ങൾ ഓർത്താണ് ഞാൻ അടിപൊളി ട്രിപ്പിനാണ് പോയത്. പക്ഷെ അത് കഴിഞ്ഞ് അവിടെ സംഭവിച്ച കാര്യങ്ങൾ പറയാതിരിക്കുകയാണ് വേറെ. കാരണം ഒരു എപ്പിസോഡ് കൊണ്ടൊന്നും തീരത്തില്ല. കാരണം പോലീസുകാർ ഞങ്ങളെ പിടിച്ചു, ഞങ്ങളെ പത്താക്ക വാങ്ങി, ഞങ്ങളുടെ പാസ്പോർട്ട് വാങ്ങി. ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു ഇവിടുത്തെ ജയിലിൽ വളരെ ഫെസിലിറ്റി കുറവായിരിക്കില്ല, ഇവിടുത്തെ ജയിലിൽ കിടക്കേണ്ടവരും തോന്നുന്നു. പിന്നെ പല സ്ഥലത്തേക്ക് കോളുകൾ പോയി, ഇവിടെ ഇതിന്റെ ഭരണാധികാരികളെയൊക്കെ വിളിച്ചു. എന്തായാലും ഒരുപാട് നേരത്തെ ശ്രമത്തിനൊടുവിൽ ഞങ്ങളുടെ പാസ്പോർട്ടും പത്താക്കയും കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടി. ഞങ്ങൾ ഹാപ്പി. പക്ഷെ സമയം ഏകദേശം ഒരുപാട് ഇരുട്ടി. വെറും 1000 പേര് താമസിക്കുന്ന ഒരു പ്രദേശമാണിത്. അതിൽ 100ഓളം മലയാളികളുണ്ടെന്ന് ഇവിടെ പറയപ്പെട്ടു. അപ്പൊ അവരെ കാണാതെ പോകുന്നത് ഒട്ടും യോജിച്ച ഒരു കാര്യമല്ല എന്ന് എനിക്ക് മനസ്സിലായുണ്ട്. ഞാൻ ഒരു മലയാളികളുടെ ഒരു ഏരിയ തപ്പി ഇറങ്ങി. അപ്പൊ ഇവിടെ നാണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ലേഡീസ് ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നുണ്ട്. നമ്മളൊക്കെ ജനിച്ച കാലത്ത് അദ്ദേഹം ഇവിടെ ഒന്ന് സെറ്റിൽഡായ ഒരാളാണ്. അദ്ദേഹത്തിന്റെ കടയുടെ മുമ്പിൽ എത്തിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു വൈകുന്നേരത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ കാണാൻ സാധിച്ചത്. വൈകുന്നേരം വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നാട്ടുവർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഒരു കൂട്ടായ്മയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. ചേട്ടാ, അപ്പൊ നമ്മൾ തേടി വന്ന നാണിച്ചേട്ടന്റെ ഷോപ്പാണിത്. നാണിച്ചേട്ടാ, ഹലോ, നമസ്കാരം. നാണിച്ചേട്ടനെ തപ്പിയാണ് നമ്മൾ ഇങ്ങനെ നടന്നത്. ലാസ്റ്റ് ഇവിടെ എത്തിച്ചേർന്ന് കുറച്ച് ലേറ്റ് ആയി, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഇവിടെ ആദ്യം എത്തിപ്പെട്ട ആളുകളിൽ ഇപ്പൊ ഇവിടെ ഉള്ളത് നാണിച്ചേട്ടനാണെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും? ഇവിടുത്തെ എന്താണ് ഇപ്പം ഏത് വർഷമാണ് ഇവിടെ വന്നത്? 85. അത് വന്നവടത്തോട് പിടിച്ചു നിൽക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അതല്ലേ? പിന്നെ ഇവിടെ എത്തിയാലേ നമുക്ക് ഉറപ്പ് വരും. ഇപ്പൊ നമ്മുടെ സ്വന്തം നാടായി. എത്ര പട്ടുമെത്ത തിരിച്ചാല് നമ്മൾ ഈ കുഗ്രാമത്തിൽ കുറെ ആട്ടങ്ങൾ ലാസ്റ്റ് പോയിട്ട് പിന്നെ നമ്മുടെ ചാനൽ ഏഷ്യാനെറ്റൊക്കെ കണ്ടെങ്ങനെ 10-12 1 മണി വരെയൊക്കെ കണ്ടു കളിയും. ചിലപ്പോ അതൊക്കെ കഴിഞ്ഞ് അങ്ങ് ഉറങ്ങും. പിറ്റേന്ന് രാവിലെ വിളിച്ച് കടയിൽ വരും. അപ്പൊ നമ്മളിവിടെ എത്തിയത് വളരെ ഉൾപ്രദേശമാണ്, ആരും വന്നെത്താത്ത സ്ഥലമാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഏഷ്യാനെറ്റ് വന്നല്ലോ, അവരെങ്കിലും ഓർത്തല്ലോ. ആരും ഓർക്കാത്തൊരു ഇതാണ്. ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകുന്ന ജീവിതം, അങ്ങ് കഴിഞ്ഞു പോകുന്നത്.
നിങ്ങളെങ്കിലും വന്നല്ലോ ഞങ്ങൾ വളരെ സന്തോഷം, വളരെ സന്തോഷം. വളരെ ഞാനിപ്പോ ഈ നിൽക്കുന്ന ഈ ലീമ ഐലൻഡിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ഇവിടുത്തെ ആളുകളൊക്കെ പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ നാണിച്ചേട്ടനോടൊക്കെ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇവിടെ എത്തിപ്പെട്ട മലയാളികൾ അല്ലെങ്കിൽ ഇവിടുത്തെ അല്ലാത്ത ആളുകൾ ഒരു കത്തൊക്കെ അയച്ചു കഴിഞ്ഞാൽ 3 മാസം എടുക്കും അത് നാട്ടിൽ ചെല്ലാൻ വേണ്ടി. തിരിച്ചു വരാൻ വീണ്ടും 3 മാസം. അതും ഇവിടെ ഒന്നും വരത്തില്ല, കസബിലോ അല്ലെങ്കിൽ ദിബ്ബയിലോ ആണ് വരുന്നത്. ഇവിടുത്തെ ഈ കടലിന്റെയൊക്കെ ഒരു സ്വഭാവം അനുസരിച്ച് ഇവിടുന്നവർക്ക് കളക്ട് ചെയ്യാൻ പോകാൻ പറ്റുള്ളൂ. കാരണം കടലൊക്കെ ശോഭിച്ചിരിക്കുകയാണെങ്കിൽ ഈ ബോട്ടൊന്നുമായിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഒന്ന് സങ്കല്പിച്ചു നോക്കി, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു മൊബൈൽ എടുത്തിട്ട് ടിങ് ടിങ് ഹലോ എന്ന് പറയുന്ന ആ കാലത്തില് ഇവരൊരു കത്തയച്ച് നാട്ടിൽ പോയി 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് നാട്ടിലുള്ളവരുടെ ഒരു വിശേഷം അറിയാൻ സാധിക്കുക. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക്, നാട്ടിലുള്ളവർക്ക് ഇവിടെ ഉള്ളവരുടെ വിശേഷം അറിയാൻ സാധിക്കും. എന്നാൽ ഇപ്പം ഇത് ഏകദേശമൊക്കെ വികസിച്ചു വന്നു. ഇപ്പൊ ഇവിടെ റോഡുകളായി, പോർട്ടായി, വാഹനങ്ങളൊക്കെ കുറെ പഴയതാണെങ്കിലും ഇവിടെ വാഹനങ്ങളൊക്കെ ആയി. എല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് കൊണ്ടുവരികയാണ്. മെയിനായിട്ട് കസബിൽ നിന്നും ദിബ്ബയിൽ നിന്നുമാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ചെറിയ ചെറിയ ഫെറികളിലും ദൗസിലൂടെയൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇവിടുത്തെ മെയിനായിട്ടുള്ളവർ പറഞ്ഞൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധനങ്ങൾക്ക് ഇരട്ടി വിലയാണ് ഈടാക്കുന്നത്. കാരണം ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ മീറ്റ് ചെയ്യണമല്ലോ. ഈ ഫെറിയിലും ഈ ചെറിയ ബോട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പം ഒരു ദർഹത്തിന് കിട്ടുന്ന സാധനം, നമ്മൾ ദർഹത്തിൽ പറയുകയാണെങ്കിൽ ഒരു ദർഹത്തിന് കിട്ടുന്ന സാധനം ഇവിടെ വരുമ്പോൾ 2 ദർഹവും അല്ലെങ്കിൽ 1.5 ദർഹവും. അപ്പം അതിന്റെ കോസ്റ്റ് അവർക്ക് കവർ ചെയ്യണം. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്, പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ നാണിച്ചേട്ടനെ പോലെ തന്നെ ആ കാലത്ത് എത്തിപ്പെട്ടിരിക്കുന്ന മറ്റൊരു ടൈലറുടെ ഒരു ഷോപ്പിന് മുന്നിലാണ്. പണ്ട് ഇവിടെ എത്തിപ്പെട്ട പല മലയാളികളുമാണ് ഇവിടെയുള്ള ഗ്രോസറികളും ഇവിടെയുള്ള ടൈലറിംഗ് ഷോപ്പുകളും ഇവിടെയുള്ള റെസ്റ്റോറന്റുകളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ശരിക്കും അവരുടെ ഒരു കടകളൊക്കെ കൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞു പോകുന്നത്. പെട്രോൾ പോലും ശരിക്കും ക്യാനിൽ അവിടെ ആ ചെറിയ ചെറിയ ബോട്ടുകൾ വഴി ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ചേട്ടന്റെ കട. ശ്രീധരൻ എന്നാണ് ആ ചേട്ടന്റെ പേര്. ശ്രീധരൻ ചേട്ടോ,